ഇനി ഈ സെക്കൻഡ് ഇന്നെന്ന് പറയുന്നത് മാർച്ച് 9 ഇന്ന് തൊട്ട് ഇനിയുള്ള 10 ദിവസം നമ്മൾ തമ്മിലാണ് ഡീല്. ഓക്കെ, ഈ 9 ഇടയ്ക്ക് ഏത് ദിവസവും ഈ 10 ദിവസം എന്ന് പറയുമ്പോൾ നിങ്ങൾ 20 വെച്ചോ, മാർച്ച് 20 വെച്ചു. ഈ 20 ഏതെങ്കിലും ഒരു ദിവസം, അത് ഇന്ന് തൊട്ട് ഈ 20 ഏതെങ്കിലും ഒരു ദിവസം ഞാൻ 6 ലക്ഷം രൂപ നിങ്ങൾക്ക് ട്രാൻസ്ഫർ. ഇല്ല 6 ലക്ഷം ഫണ്ട് സെറ്റിൽ ആക്കേണ്ട കാര്യം പറയുമ്പോൾ 6 ലക്ഷം പറയുന്നേ. നിങ്ങൾ പിന്നെ 6 ലക്ഷം രൂപ വേണം. 6 ലക്ഷം വേണം. ഇന്ന് നിന്നെ വിശ്വസിക്കണമെങ്കിൽ നീ ഇത് ഈ പറഞ്ഞ വാക്കിൽ 10 ദിവസം നിനക്ക് വെയിറ്റ് ചെയ്യണമെങ്കിൽ നീ ഇപ്പൊ തീർക്കുന്ന പറഞ്ഞേ. 23 വൈകുന്നേരം 4 മണിക്ക്. ഇനി 2 ആഴ്ച ഞാൻ നിനക്ക് വേണ്ടി കാത്തുത്തിരിക്കണം എന്നാ? ഒന്നും വേണ്ട, നിങ്ങളുടെ അക്കൗണ്ടിൽ ഫണ്ട് ഉണ്ട്. ഒരു കാര്യം ചെയ്യും, 6 ലക്ഷം രൂപ. ഒരു മിനിറ്റ്, അക്കൗണ്ട് ഒക്കെ ഇടാം. നീ ആദ്യം ഇത് സംസാരിക്കുക. 6 ലക്ഷം രൂപ എനിക്ക് ആദ്യം നീ സെറ്റിൽ ആക്കണം. അത് സെറ്റിൽ ആക്കാതെ ഞാൻ നിന്നെ വിശ്വസിക്കൂല. എങ്കിൽ ഒരു കാര്യം പറയട്ടെ, 6 ലക്ഷം ഞാൻ പറയട്ടെ, എങ്കിൽ അതിന് എനിക്ക് ഒരു 1 വീക്ക് ടൈം ഇല്ല. അത്രയ്ക്ക് പോകുമ്പോ റോബിൻ, ഞാൻ നിന്റെ ഒരു ബേസിക് കാര്യം നിന്നോട് ചോദിച്ചേ. നിന്നെ ഇനി ഒരു പോയിന്റിൽ ഞാൻ വിശ്വസിക്കാം. ഞാൻ സത്യ റോബിനെ, ഞാൻ ഒരു കംപ്ലൈന്റിന് പോലും വിൽക്കാതെ ഞാൻ നിൽക്കാണ്. ഞാൻ സത്യമായിട്ട് പറയാം, എന്നെ കൊണ്ട് കടുങ്കൈ ചെയ്യിച്ചിട്ട് ലാസ്റ്റ് എല്ലാം കൂടി പ്രശ്നത്തിൽ വെച്ചത് ഇത് ഭീഷണിയല്ല. കാരണം നീ എന്നെ വ്യക്തിപരമായി പറ്റിച്ച് ഈ കഴിഞ്ഞ 3 മാസമായിട്ട് വലിപ്പിച്ചുകൊണ്ടിരിക്കാൻ നീ എന്നെ. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ വ്യക്തമായിട്ട് ബ്രോന്റെ അടുത്ത് പറയാണ്, ഇപ്പൊ ഞാൻ ചോദിച്ചിട്ടാണ് ഞാൻ വിളിക്കുന്നത്. ഇല്ല ഈ ഇതിന്റെ അപ്പുറം ഈ പറഞ്ഞുകൊണ്ടിരുന്നേ. എടാ നിനക്ക് നീ ഞാൻ നിന്നോട് പറഞ്ഞേ, നീ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ പറയുന്നേക്കെ 10 ദിവസം ഞാൻ വെയിറ്റ് ചെയ്യാം. നിന്നെ ഞാൻ വിശ്വസിക്കണമെങ്കിൽ എനിക്ക് 6 ലക്ഷം നീ എന്റെ ലാസ്റ്റ് മേടിച്ച 6 ലക്ഷം നീ വെക്ക്. ഒരു ദിവസത്തേക്ക് മേടിച്ച് പറ്റിച്ച പൈസ നീ വെക്ക്. നില്ല എന്റെ പൊന്നു ബ്രോ, ഈ വെള്ളിയാഴ്ച എങ്കിൽ 6 ലക്ഷം രൂപ ഞാൻ ട്രാൻസ്ഫർ ചെയ്യാം. ഫ്രൈഡേ ആണ് 6 lakhs ട്രാൻസ്ഫർ. മറ്റൊന്ന് 23 വെച്ചോ. ഓക്കെ, ഇനി ഇതിലൊരു മാറ്റമില്ല. എന്ന് വെള്ളിയാഴ്ച, ഇന്ന് ഏതാ ദിവസം? ഇന്ന് തിങ്കൾ. നീ എവിടുന്ന് ഫണ്ട് കിട്ടുന്നു? നീ എന്നെ ബോധിപ്പിക്കുന്നെങ്കിൽ എന്റെ പൊന്നു ബ്രോ, എനിക്ക് പല സ്ഥലത്തു നിന്ന് ഇപ്പൊ ഫണ്ട് കിട്ടും. പല സ്ഥലത്തു നിന്ന് കിട്ടും. ഞാൻ പാർട്ടിക്കാരനാണ് ഇപ്പം, അതാദ്യം മനസ്സിലാക്കാം. ഞാൻ പാർട്ടിക്കാരനാണ്. ഞാൻ BJP പാർട്ടിയിലെ ഒരു അംഗമാണ്. മറ്റന്നാൾ തൊട്ട് മണ്ഡലത്തിൽ പ്രവർത്തിച്ചു തുടങ്ങാൻ വേണ്ടി എന്നെ അവിടെ വിളിച്ചിട്ടുണ്ട്. അവിടെ പോവേണ്ട വർക്കല്ല. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞ മണ്ഡലം എന്ന് പറയുന്നത് CPM മണ്ഡലത്തിൽ ഒരു എന്ത് തേങ്ങ നടക്കാൻ പോകുന്നത് എനിക്കറിയാം. വർക്കല എന്ന് പറയുന്നത് CPM മണ്ഡലല്ലേ. ഞാൻ എന്നെ സംബന്ധിച്ച് എടാ നിനക്ക് ഒരു മിനിറ്റ് റോബിനെ, ഞാൻ പറഞ്ഞത് പണ്ടുള്ളതുപോലെ അല്ല. എനിക്കിപ്പോ ഇഷ്ടം പോലെ കോണ്ടാക്ട്സ് ഉണ്ട്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. എടാ കോണ്ടാക്ട്സ് ഇതും തമ്മിൽ എന്താ ബന്ധം? എന്നെ സംബന്ധിച്ച് റോബിൻ, നിന്റെ അടുത്ത സ്റ്റെപ്പ് എന്താ അറിയോ? എന്റെ അടുത്ത സ്റ്റെപ്പ് ലീഗൽ മൂവ്മെന്റ് ആണ്. എന്നെ സംബന്ധിച്ച് അല്ല റോബിൻ, ഞാൻ ഇപ്പോഴും പറയാം, നിന്നെ ഉപദ്രവിക്കലല്ല എന്റെ കാര്യം. ഇപ്പോഴും നാളെ നിനക്ക് റോബിൻ, ഞാൻ കോടീശ്വരന്മാരെ കാണാത്തല്ലേ. നീ ഒരു MLA ആയാലോ, നീ പാർട്ടിന്റെ ഇത് പേര് വന്നാലോ, നിനക്ക് ഇതിൽ ബിഗ് ബോസ് കിട്ടിയാലോ, ഇതിൽ നിനക്ക് 100 ആൾക്കാരുടെ അടുത്ത് ഫണ്ട് പിരിക്കാൻ കഴിഞ്ഞാലോ, ഇതൊക്കെ നിനക്ക് കിട്ടിയാൽ നിന്നെ സംബന്ധിച്ച് നല്ലത്. എനിക്ക് അതിലോട്ട് ഒന്നും ഒരു എക്സൈറ്റഡ് അല്ല. ഈ റോബിൻ രാധാകൃഷ്ണൻ ഇവൻ വാ തുറക്കുന്നത് ശരിക്കും ആഹാരം കഴിക്കാനും കള്ളം പറയാനും വേണ്ടി മാത്രം. ഓക്കെ, ബിഗ് ബോസ് തൊട്ടേ ഞാൻ ഇവനെ അളന്നതാണ്. ഇവൻ ഏത് ലെവൽ വരെ പോകുന്ന പോലും അന്ന് ഞാൻ പ്രെഡിക്റ്റ് ചെയ്തൊരു വ്യക്തിയാണ്. പക്ഷേ ഇത്രയും ഒക്കെ ഉടായ്പ ഇവന്റെ കയ്യിലുണ്ടെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. കാരണം കോടിക്കണക്കിന് രൂപയുടെ തിരിമറിയാണ് നടത്തി വെച്ചിരിക്കുന്നത്. ഇത്രയും പൈസ വാങ്ങിച്ച് ഇവൻ എന്ത് ചെയ്തെന്നുള്ളതാണ് ശരിക്കും അതിശയം. ഇത്രയും ഫണ്ട് വാങ്ങിച്ചിട്ട് ആ പൈസ കൊടുത്തവനെ ആദ്യം പിടിച്ചിട്ട് കൊടുക്കണം. കാരണം ഒരു പ്രൂഫല്ല ഇതാണ്. റോബിൻ രാഷൻ, ഹായ്, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഓക്കെ, ഞാൻ ഇപ്പോൾ ഈ ബ്രോയുടെ കയ്യിൽ നിന്നും ഒരു 5 ലക്ഷം രൂപ വാങ്ങുകയാണ്. ഓക്കെ, അതിന് തെളിവായിട്ടാണ് ഈ വീഡിയോ. ഇതാണ് തെളിവ്. ഓക്കെ, ഇതാണ് തെളിവ്. കാറിലിരുന്ന് പറയുന്നു, വീട്ടിലിരുന്ന് പറയുന്നു, ഇനി എവിടേക്ക് ഇരുന്ന് പറയാമോ അവിടെ എല്ലാം ഇരുന്ന് പറയുന്നു. ഓക്കെ, എന്തായാലും ഒരൊറ്റ കാര്യം ഞാൻ പറയാം, ദിൽഷ ബ്രില്യൻ്റ് ആണ്. ഓക്കെ, ലൈഫ് കൊണ്ട് കളഞ്ഞില്ല. ഇവനെ ട്രസ്റ്റ് ചെയ്ത് ഇവൻ്റെ കൂടെ ഒക്കെ ജീവിച്ചായിരുന്നെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ഫ്യൂച്ചർ പോയനെ. അത് ബുദ്ധിമതി തന്നെയാണ്. അത് ഇവൻ്റെ കൂടെ അവിടെ നിന്നു, ഇവൻ്റെ ഫാൻസിനെ എല്ലാം പിടിച്ചെടുത്തു, വോട്ട് കയറ്റി, ബിഗ് ബോസ് 50 ലക്ഷം രൂപ വിന്നറായി പുറത്തിറങ്ങി. ഓക്കെ, ഒന്നുമില്ലെങ്കിലും ഡോക്ടർ എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും ഡോക്ടർ തന്നെയാണോ എൻ്റെ റോബിനെ? നീ ശരിക്കും ഡോക്ടർ തന്നെയാണോ? എനിക്ക് ഡൗട്ടുണ്ട്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് അത്യാവശ്യം നല്ലപോലെ പണിയെടുത്തു കഴിഞ്ഞാൽ ഈ കടങ്ങൾ കുറച്ചെങ്കിലും വീട്ടിൽ തീർക്കാൻ പറ്റുമായിരിക്കുമല്ലോ. ഒരു ഡോക്ടറല്ലേ നീ? ഇതൊന്നും ചെയ്യാതെ ഇപ്പോഴും വാങ്ങി കൂട്ടുകയാണ്. എവിടുന്നൊക്കെ കിട്ടാമോ അവിടുന്നെല്ലാം ഇങ്ങനെ എന്നും പറഞ്ഞ് വാങ്ങി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇവരൊക്കെ
വേറൊരു കാര്യം ഉണ്ടെന്ന് ഇതിനകത്ത്. ഇപ്പൊ അഖിൽമാരായാലും ഡോക്ടർ റോബിൻ ആയാലും ശരിക്കും ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്ന, ഇവര് ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു ലൈഫുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ലൈഫ് ആളുകൾ കണ്ടു. ഓക്കെ, ഇവർ ഇങ്ങനെയാണ്, ഇവർക്ക് 4ഉം 5ഉം 6ഉം കാറും വലിയ ബൈക്കും കാര്യങ്ങളും വലിയ ഫ്ലാറ്റ്, 2-3 ഫ്ലാറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, ഇത് ആളുകൾ പറഞ്ഞ് പഠിച്ച് വിശ്വസിച്ച് വെച്ചിരിക്കുകയാണ്, ആളുകളുടെ മനസ്സിൽ ഇവർ കയറ്റി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. സോ അത് ഒറ്റയടിക്ക് ഇല്ലാതായി പോയി കഴിഞ്ഞാൽ ഇവരവിടെ തീർന്നു. ഓക്കെ, ഇപ്പോ റോബിനെതിരെ വേദലക്ഷ്മി ആയാലും പിന്നെ മറ്റേ ഡോക്ടർ ഡ്രേക്ക്, അവനെ എനിക്ക് ഇഷ്ടമല്ല. ഓക്കെ, പിന്നെ ഇപ്പൊ ഈ ആദ്ബിൽ എന്ന് പറയുന്ന ബ്രോ ആയാലും അവര് പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കയ്യിൽ എല്ലാ എവിഡൻസും ഉണ്ട്, റോബിനെ പറ്റിയുള്ള എല്ലാ തെളിവുകളും അവരുടെ കയ്യിലുണ്ട്, വേദലക്ഷ്മി അടക്കമുള്ളവരുടെ കയ്യിൽ എല്ലാ തെളിവുകളും ഉണ്ട്. വേദലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് പോലും, കാരണം ആ ഭർത്താവ് പോലും ഇല്ലാത്ത ഒരു സ്ത്രീയാണെന്ന് തോന്നുന്നു വേദലക്ഷ്മി, അവരുടെ കയ്യിൽ നിന്ന് പോലും ഈ സാധനം പിടിച്ചവൻ 4-5 ലക്ഷം ഒക്കെ മേടിച്ച് വെച്ചിരിക്കുകയാണ് കയ്യിൽ. അവർക്ക് ആ പണം കിട്ടിക്കഴിഞ്ഞാൽ അവർ ഈ പരിപാടി നിർത്തുന്ന പറഞ്ഞേക്കുന്നത്, ഈ വീഡിയോ എടുക്കുന്നുള്ള പരിപാടി നിർത്തുന്നത്. പക്ഷെ കൊടുക്കാൻ വേണ്ട, ഇത്രയും വീഡിയോസ് എല്ലാം ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കില്ലേ. റോബിന്റെ കയ്യിൽ ഇനി 5 പൈസയിൽ നിന്ന് ആളുകൾ മനസ്സിലാക്കി, ഇനി ഇത് ട്രസ്റ്റ് ചെയ്ത് ഇനി ആരും ഇവന്റെ മേലിൽ കൊണ്ടുപോയി പണം ഇൻവെസ്റ്റ് ചെയ്യത്തില്ല, ഇവനാരും കടം കൊടുക്കത്തില്ല. സോ ഈ വാങ്ങിയ പണമൊന്നും ഇവന് തിരിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഒരു കൊച്ചിന്റെ ലൈഫ് പോയി ആരതിയുടെ. ഓക്കെ, ഇനി അതിനി അങ്ങനെ ഇവൻ റെഡിയാക്കി ഇതുപോലെ കള്ളത്തരങ്ങൾ പറഞ്ഞ് കെട്ടിയതാണോ ആർക്കറിയാം, ഒന്നും നമുക്കറിയാൻ പാടില്ല. എന്തായാലും സുഹൃത്തുക്കളെ, നമുക്ക് അടുത്തൊരു ഓഡിയോ ക്ലിപ്പ് കൂടി ജസ്റ്റ് കേട്ടോക്കാം. പറഞ്ഞോട്ടെ, ഒന്ന് സന്തോഷപരമായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്റെ പൊന്നു ബ്രോ, ഫണ്ടുകൾ വരുന്നുണ്ട്. എനിക്കെന്തറിയോ, എനിക്ക് നീ നിന്റെ പ്രവീൺ എന്ന് പറഞ്ഞ ഈ പ്രവീൺ അടക്കം ഞങ്ങൾ എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ട് എന്ന് പോലും എനിക്കറിയാം. അപ്പൊ ആരും ആരെ കാര്യങ്ങളോ അങ്ങോട്ട് ഇങ്ങോട്ട് എന്നുള്ള വർത്തമാനം അതെല്ലാം വിട്. ഞാൻ പറയട്ടെ, അതെല്ലാം വിട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ മർക്കല നിയോജക മണ്ഡലത്തിൽ എന്ത് ചെയ്യാണ്, നിൽക്കുകയാണ്. ഈ 15-ാം തീയതി ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, എന്റെ പേര് എന്ത് ചെയ്യും, 15-ാം തീയതി 20-ാം തീയതി ഇടയ്ക്ക് നമ്മൾ ബി ക്ലാസ് മണ്ഡലത്തിന്റെ വർച്ചയുടെ പേര് അനൗൺസ് ചെയ്യുമ്പോൾ എന്റെ പേര് അനൗൺസ് ചെയ്യാം. നിങ്ങൾക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് ഞാനിതൊക്കെ കേട്ടതാണ്. പല ആൾക്കാരും അത് അങ്ങോട്ട് പറഞ്ഞ് ഇത് എന്നേ ഞാൻ കേൾക്കുന്നുണ്ട്. നീ നോക്ക്, നീ ഈ സാധനം ഇടുന്നതിന്റെ മുമ്പേ നിന്നെ രാജീവ് ചന്ദ്രശേഖർ നിന്റെ ഷോൾ ഇടുന്നതിന്റെ മുമ്പേ നിനക്ക് വിഴിഞ്ഞം കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ആൾക്കാർ ആരാ വഴിയാണ് പറഞ്ഞതല്ല, ഒരുത്തനോട് പറയും, അവൻ എന്നെ വിളിച്ച് പറഞ്ഞിട്ടൊക്കെ ഞാൻ ഇത് അറിഞ്ഞിട്ടുണ്ട്. നീ ഓരോരുത്തരെ ഡെയിലി വിളിക്കുന്ന കഥകൾ പോലും എനിക്കിത് ഇങ്ങനെ വിളിക്കുമ്പോ എന്നോട് പറയുമ്പോ ഞാനിങ്ങനെ വിളിക്കും. ഞാനിത് അല്ലല്ല, നീ ആരെ വിളിച്ചാലോ എനിക്കതല്ല, ഞാൻ അതൊക്കെ കേട്ടിട്ട് ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഇപ്പൊ വർക്കല നിനക്ക് കിട്ടി, എന്നെ സംബന്ധിച്ച് അത് കിട്ടിയാലും ഒരു കുഴപ്പമില്ല, കിട്ടിയിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച നിനക്ക് കിട്ടട്ടെ, നിനക്ക് പൈസ വരട്ടെ, എന്റെ പൈസ സെറ്റിൽ ആവട്ടെ. പ്രവീണിന്റെ അടുത്ത് ചോദിക്കാം, നീ പറഞ്ഞ് പ്രവീണിന്റെ അടുത്ത് ചോദിക്കാം. പ്രവീണെ ഞാൻ പറയട്ടെ ഒരു കാര്യം പറയട്ടെ ബ്രോ, ഇത് ആദ്യം ഡിസ്കസ് ചെയ്ത് നിങ്ങളുടെ അടുത്താ ഈ സംഭവം. അറിയാലോ റോബിനെ, ഒബ്വിയസ്ലി അത് കിട്ടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാം കാര്യങ്ങൾ, നിങ്ങൾക്ക് അറിയാലോ ഏതൊക്കെ രീതിയിൽ എങ്ങനെയാണ് അത് നല്ല രീതിയിൽ വരുന്നത്. ഇങ്ങനെ വരാന്നുള്ള പറയുന്നത്, ഞാൻ പറയുന്നത് നിനക്ക് എനിക്കിപ്പോ എന്റെ ഫണ്ട് ഇമ്മീഡിയറ്റ് ഞാൻ നിക്കക്കള്ളില്ലാതെ ഞാൻ അത്ര പ്രഷർ ബ്രോ, ഞാനൊരു കാര്യം എനിക്ക് ഇനി നീട്ടാൻ ഈ ഫണ്ട് ഞാൻ പറഞ്ഞേ, ആ ഫണ്ടിന്റെ കാര്യത്തിലേക്ക് പോവാ. നീ മറ്റുള്ള കാര്യങ്ങൾ നിനക്ക് ഇനിയിപ്പോ BJP നിന്നാൽ നാളെ നിങ്ങൾക്ക് കോടികൾ കിട്ടിയായിരിക്കും. എന്നെ സംബന്ധിച്ച് അതൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല. എക്സാക്ട്ലി ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇതുവരെ വെയിറ്റ് ചെയ്തില്ലേ, ഇനി എന്ത് വെയിറ്റ് ചെയ്യും, എവിടെ വെയിറ്റ് ചെയ്യാനാണ് നീ പറയുന്നത്? ഇനി ഒരു മുന്നോട്ട് എനിക്ക് സ്റ്റെപ്പിനില്ല റോബിനെ. എന്റെ പൊന്നു ബ്രോ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങളടുത്ത്, ഇത് സെറ്റിൽ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതെല്ലാം വിട്, ഇനി ആരും വേണ്ട. ഞാൻ എന്റെ കാര്യം ഞാൻ പറയാം. ഇന്ന് ഈവനിങ് എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ഇന്ന് ഈവനിങ് എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് ഇവിടെ കൊച്ചിയിൽ. ആ മീറ്റിംഗ് ഇത് ചെയ്യുമ്പോൾ ഞാൻ കറക്റ്റ് ഒരു ഡേറ്റ് പറയും, കറക്റ്റ് ഒരു ഡേറ്റ്. ഓക്കെ, ആ ഡേറ്റിന്, അത് ഞാൻ പറയുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ തലേ ദിവസം എനിക്ക് ഫണ്ട് കിട്ടും. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഡേറ്റ് ആയിരിക്കും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എനിക്ക് അയച്ചിട്ടേക്കുക. അന്നത്തെ ദിവസം ഞാൻ പറയുന്ന ഡേറ്റ്, അതിൽ ഒരു മാറ്റവും ഇല്ലാത്ത ഒരു ഡേറ്റ്. ഇലക്ഷൻ കഴിയാനും വിടൂല, ഇലക്ഷന്റെ മുമ്പേക്കും ഞാൻ വിടൂലേ. ഈ വോയിസ് കേട്ടാൽ തന്നെ അറിയാം റോബിന്റെ കയ്യിൽ ഒരു 5 പൈസ ഇല്ല. ഓക്കെ, മറ്റേ വ്യക്തിയെ, മറ്റേ ആ ബ്രോനെ ഇവൻ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തരാം, നാളെ തരാം, മറ്റന്ന് തരാം എന്ന് പറഞ്ഞ് ഇങ്ങനെ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇത് ആർക്കാണ് ശരിക്കും മനസ്സിലാകാത്തത്? ആ പാവം പിടിച്ചവൻ ശരിക്കും കയ്യിൽ ഉണ്ടാക്കി വെച്ചിരുന്ന പൈസ എല്ലാം കൂടെ എടുത്ത് ഇവന് കൊടുത്തു കാണും. ഒരാവശ്യം വന്നപ്പോൾ ഒരു സുഹൃത്താണെന്നുള്ള ബന്ധത്തിൽ കൊടുത്തതാണ്.
എന്നാലും ഇത്രയും പണം ഇവ എന്ത് ചെയ്തെന്നുള്ളതാണ് കേട്ടോ. ഇത്രയും ലക്ഷക്കണക്കിന് പണം ആളുകളായി നിന്നെല്ലാം വാങ്ങിച്ചെടുത്തിട്ട് ഇവൻ എന്ത് ചെയ്തെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഏതോ ഒരു ചാനലുകാരൊക്കെ ഇട്ടേക്കുന്നത് ഇവൻ ഡെയിലി കാറ് റെന്റിനെടുത്ത് നടക്കണമെന്ന്. 2000 രൂപ കൊടുത്തിട്ട് താറായാലും BMW ആയാലും ഓടി ആയാലും ബെൻസ് ആയാലും ഇതെല്ലാം റെന്റാണെന്ന്. റെന്റിനെടുത്ത് വെച്ചിട്ട് അതിലിങ്ങനെ നടക്കുക. ആൾക്കാർ കാണുമ്പോൾ എന്താണ്, ടാക്സി ഒന്നും അല്ലല്ലോ. ഓ, റോബിൻ രാധാകൃഷ്ണന്റെ ഈ ബെൻസ്, റോബിൻ രാധാകൃഷ്ണന്റെ താറ്, ഓക്കെ BMW, ഓടി കൂടി പാടി എന്താണില്ലേ? എന്താണ് ശരിക്കും എന്റെ റോബിൻ രാധാകൃഷ്ണ താങ്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇതിനിടയിൽ കൂടെ വന്നിന്ന് റീച്ച് ഉണ്ടാക്കാൻ മറ്റെന്താ അവന്റെ പേര്, ഡോക്ടർ ഡ്രേക്കോ. അവൻ മറ്റേ എന്റെ കാസറ്റിനെ എതിരെ എന്തൊക്കെയോ പറഞ്ഞു, പുള്ളിക്കാരൻ തിരിച്ചു പറഞ്ഞു, അവന്മാർ തമ്മിൽ തുടങ്ങിയ ഉറച്ച. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ റോബിന് പണം കൊടുത്ത ആബിൽ ബ്രോയുടെ കയ്യിൽ എന്തൊക്കെയോ കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മറ്റേ ഒട്ടി നിൽക്കുകയാണ്. ആര്? ഈ ഡോക്ടർ ഡ്രേക്ക് എന്ന് പറയുന്നവൻ. അവനാളത്ര വെടിപ്പൊന്നുമല്ല. അവൻ എന്നിട്ട് ചാനലുകാർക്ക് ഇന്റർവ്യൂ കൊടുക്കുന്നു, മറ്റേത് കൊടുക്കുന്നു, മറിച്ച് കൊടുക്കുന്നു. അവനെ കണ്ടുണ്ടല്ലോ പിടിച്ച് ചൊരയ്ക്കാൻ തോന്നുന്നു ശരിക്കും പറഞ്ഞു. മോന്ത കണ്ടാ തന്നെ സത്യം പറയാല്ലേ. എന്തായാലും റോബിനെ, എനിക്ക് താങ്കളോട് പറയാനുള്ളത് ഇതാണ്. താങ്കൾക്ക് നല്ലൊരു ഭാര്യയെ കിട്ടി, നല്ലൊരു കൊച്ചാണ്, അടിപൊളി ഒരു കൊച്ച്. ഈ ഒരു സിറ്റുവേഷനിലും പുള്ളിക്കാരി താങ്കളോടൊപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ അതിനപ്പുറം വേറെ ഒന്നും കിട്ടാനില്ല. സോ അതിനെ ചതിക്കരുത്, അതിനെ വഞ്ചിക്കരുത്. എങ്ങനെങ്കിലും പണിയെടുത്തോ, ഉള്ളത് വിറ്റോ, കൊടുത്തോ, തീർത്തോ, ഈ പൈസ കൊടുത്ത് തീർക്കാൻ നോക്ക്. അല്ലെങ്കിൽ ഉറപ്പായിട്ടും താങ്കളുടെ ലൈഫ് പോകും, ഉറപ്പായിട്ടും പോകും. താങ്കൾ എപ്പോഴും ഇങ്ങനെ ലൈം ലൈറ്റിൽ വന്ന് നിൽക്കുമല്ലോ. ഇതൊന്നുമല്ല പ്രശ്നം. അവന്റെ ചിന്ത കണ്ടോ, ഞാൻ എന്നെ കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിപ്പിക്കുകയാണ്. വർക്കലയിലാണെന്ന് ഇവനെ തീരുമാനിച്ചത്. പക്ഷെ ഇവനെ കൊണ്ട് എന്റെ വീട്ടിനടുത്ത മണ്ഡലം, കുണ്ട്ര നിയോജക മണ്ഡലത്തിൽ ഇവനെ കൊണ്ടിട്ടു. ഓക്കെ, ഇവിടുന്ന് എന്തോരം ഇവൻ മുക്കിക്കാണോ എന്നുള്ളതാണ്. ഇവൻ രാവിലെ ചെല്ലുമ്പോഴേ ഒരു 10 മണി കഴിയുമ്പോഴത്തേക്ക് വണ്ടിയുടെ ബാക്കിൽ നിന്നിട്ട് ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇങ്ങനെ പോവാണ്. ഓക്കെ, അവിടെ കിടന്ന് അലറുന്നു, മറിക്കുന്നു. കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത പാർട്ടിക്കാരെ അടക്കം വഞ്ചിച്ച് ഇവനെ ശരിക്കും പറഞ്ഞാൽ BJP എന്ന് പറയുന്ന ആ ഒരു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് പോലും പുറത്താക്കണം. പണം കണ്ടുകൊണ്ട് മാത്രം, പദവി കണ്ടുകൊണ്ട് മാത്രം വന്ന് ഇന്നൊരുത്തനാണ്. ഇനി ഇവനെ ശരിക്കും പറഞ്ഞ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കുന്നതായിരിക്കും BJPക്ക് ബെറ്റർ. ഇനി അടുത്തൊരു ഇലക്ഷൻ ഇവനെ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട സുഹൃത്തുക്കളെ ജയിക്കുമെന്ന്. പൊട്ടും. 8 നിലയിലല്ല 18 നിലയിലായിരിക്കും പൊട്ടാൻ പോകുന്നത്. അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. ജനങ്ങളെ അടക്കം വഞ്ചിച്ചിട്ട് അവന്റെ വോയിസ് തന്നെ നമുക്ക് കേൾക്കാം. മാറി അടുത്തൊരു വീഡിയോ കൂടെ കാണാം, അടുത്തൊരു വോയിസ് കൂടെ നമുക്ക് കേട്ടു നോക്കാം. ഞാൻ പ്രഷർ എടുത്ത് ഒരു മിനിറ്റ് 10 ദിവസത്തിലുള്ള ഡേറ്റ് ആണ് പറയാൻ പോണത്. 10 ദിവസത്തിലുള്ള ഡേറ്റ്, 10 ദിവസം, 10 days. ഓൾറെഡി ഞാൻ പറഞ്ഞ ദിവസം ഒരു ആഴ്ച ഉണ്ട്. 10 ദിവസത്തിൽ പറയുന്ന ഒരു ഡേറ്റ് എന്ന് വെച്ചാൽ ഈ പറയുന്ന ആ ഡേറ്റ്, എനിക്ക് ആ ഡേറ്റ് ഇപ്പൊ ഈ മീറ്റിംഗ് എന്ന് കഴിഞ്ഞാൽ ആ ഡേറ്റ് എടുത്തു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യം ഫണ്ട് എല്ലാ രീതിയിലും കിട്ടും. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞു. കാരണം എനിക്ക് ഈ ഇലക്ഷന് വേണ്ടി ചെലവ് ചെയ്യാനുള്ള ഫണ്ടാണ്. ഇലക്ഷന് വേണ്ടി നിന്റെ കയ്യിലേക്ക് എങ്ങനെ ഇലക്ഷൻ ഫണ്ട് വരിക? എനിക്ക് തോന്നുന്നുണ്ടോ നിന്റെ കയ്യിൽ ഇലക്ഷൻ ഫണ്ട് വരുന്നു? പാർട്ടി ഫണ്ട് അല്ല. ഒന്നും പറഞ്ഞ മനസ്സിലാക്കാൻ പറ്റില്ല. എനിക്കത് പറയാൻ പറ്റില്ല, ഫോണിൽ കൂടെ പറയാൻ പറ്റില്ല, ഡീറ്റെയിൽസ് ഒന്നും എക്സ്പ്ലോസ് ചെയ്യാൻ പറ്റില്ല, അതൊന്നും പറയാനും പറ്റില്ല, ഒന്നും പറയത്തില്ല. എനിക്ക് നീ അത് പറയണമെന്നില്ലടോ. ഞാൻ എന്തിനാ പറയുന്നത്? ബേസിക്കാരി ഞാനൊരു പൊളിറ്റീഷ്യൻ ആളാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്റെ ഒരു അറിവ് വെച്ചിട്ട് ഞാൻ ചോദിച്ചത് പാർട്ടി ഫണ്ട് എങ്ങനെ നിന്റെ കയ്യിൽ വരാന്ന് ഞാൻ ചോദിച്ചത്. ഞാൻ അവിടെ പാർട്ടി ഫണ്ട് എന്ന് പറഞ്ഞേ, പാർട്ടി ഫണ്ട് എന്നാണോ പറഞ്ഞത്? എനിക്കിന്നൊരു മീറ്റിംഗ് ഉണ്ടെന്നല്ലേ പറഞ്ഞു. അത് ആരുമായിട്ടെന്ന് ഞാൻ പറഞ്ഞോ? ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ഈ പറഞ്ഞ കണക്ക് ഇനി ആരെയും വിളിക്കാൻ നിൽക്കേണ്ട. പണം ഞാനങ്ങ് തരും. ഈ പൈസ മേടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ കൺവിൻസ് ചെയ്യുന്ന ചില അവന്മാരുണ്ട്. ഓക്കെ, നമ്മളതിന്ന് പൈസ വാങ്ങിച്ചു വെച്ചിട്ട് ഇന്ന് തരാം, നാളെ തരാം, മറ്റന്നാൾ തരാന്ന് പറഞ്ഞിട്ട് നമ്മളെങ്ങനെ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അതിൽ പെടുന്ന ഒരുത്തനാണ് ഈ റോബിൻ. ഇത് കേൾക്കുമ്പോൾ തന്നെ ഇവന്റെ 5 പൈസ ഇല്ല. ഇവൻ ഇങ്ങനെ ഓരോ ഡേറ്റ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന വ്യക്തി ഇവന്റെ മണ്ടത്തരങ്ങളും ഒക്കെ കേട്ടിങ്ങനെ വിശ്വസിച്ച് അയാളുടെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു. ഓക്കെ, നെല്ലിപ്പലക. അത് കണ്ടപ്പോഴായിരിക്കാം അയാൾ ഈ വേദലക്ഷ്മിയും ഈ ഡോക്ടർ ഡ്രേക്ക് എന്ന് പറയുന്നവനെയൊക്കെ വിളിച്ചുകൊണ്ട് ഇറങ്ങിയത്. ഒരു പ്രസ് മീറ്റും വിളിച്ചു വെച്ചിട്ട് ഇവന്റെ എല്ലാ ലീലാവിലാസങ്ങളും പുറത്താക്കിയത്. ഓക്കെ, അവന്റെ ന്യായീകരണം ശരിക്കും ഈ ആരതിപ്പൊടിനെ ശരിക്കും ആ കൊച്ചിന്റെ ഫ്യൂച്ചർ കൊണ്ട് നശിപ്പിച്ചല്ലോടാ നീ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കൊച്ചിന്റെ ഭാവി കൊണ്ട് തൊലച്ചല്ലോ. ആ പുള്ളിക്കാരുടെ അവസ്ഥ ഒന്നും നമുക്കറിയാൻ പാടില്ല. കാരണം ഒരു വീഡിയോ ആയാലും ഒരു ഇതുമായിട്ടും ഒന്നും പറയുന്നില്ല. പക്ഷേ ഈ പൈസ മേടിച്ചവര് പുള്ളിക്കാരിനെ എന്തൊക്കെയോ കുറ്റപ്പെടുത്തുന്നുണ്ട്, പുള്ളിക്കാരി വാങ്ങിച്ചതായിട്ടൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷെ അത് ഭയങ്കര മോശമാണ് കേട്ടോ. കാരണം
ചിലപ്പോൾ പുള്ളിക്കാരി ഇതൊന്നും അറിഞ്ഞു പോലും കാണത്തില്ല. പുള്ളിക്കാരി കാണുമ്പോൾ റോബിൻ രാധാകൃഷ്ണൻ അടിപൊളിയാണ്, റോബിൻ രാധാകൃഷ്ണനെ കൈ നിറയെ പണം, എന്താണല്ലേ ശരിക്കും. ചിലപ്പോൾ ഒരു അന്നത്തെ ഒരു അപ്പോഴത്തെ ഒരു ട്രസ്റ്റിന്റെ പേരിലായിരിക്കും ഇതെല്ലാം നടന്നു പോയത്, ഈ കല്യാണം വരെ. പക്ഷെ ഇപ്പോൾ ഇനി പുള്ളിക്കാരിയെ തോർത്ത് ദുഃഖിക്കുന്നുണ്ടോ, എന്താണ് സിറ്റുവേഷൻ ഒന്നും അറിയാൻ പാടില്ല. കാരണം പുള്ളിക്കാരി ഇതുവരെ ഒരു വീഡിയോ ആയിട്ടോ കാര്യങ്ങളായിട്ടോ ഒരു മറുപടി ആയിട്ട് വന്നിട്ടില്ല ഇതുവരെ. ഇനി ഇവരുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിക്കുന്നു, ഒന്നും സംഭവിക്കാതിരിക്കട്ടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും ഭൂലോക തരികിടയാണ് കേട്ടോ, ഭൂലോക തരികിട. തരികിട എന്ന് പറഞ്ഞാലും പോലെ തത്തരികിട. ഇതിനൊക്കെ ബദലായിട്ട് റോബിൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു. കാരണം എല്ലാ തെറ്റുകളും ന്യായീകരിച്ച് കുറെ ബണ്ടിൽ കണക്കിന് പേപ്പർ ട്രാൻസാക്ഷൻ ആണെന്നൊക്കെ പറഞ്ഞ് അട്ടിയടിക്ക് വെച്ചിട്ട്. അപ്പൊ ഈ കൈ വാങ്ങിച്ചതിന്റെ ഡീറ്റെയിൽ ഒക്കെ ആര് തരും എന്റെ റോബിനെ? വേദലക്ഷ്മി വരെ പറയുന്നുണ്ട് കൈ വന്ന് ക്യാഷ് ഇൻ ഹാൻഡ് ആയിട്ട് വാങ്ങിക്കൊണ്ട് പോകുന്നു. ഇതിന്റെയൊക്കെ രേഖ ഇനി ആര് തരും എന്റെ റോബിനെ? അതും കൂടെ ഒന്ന് വെളിപ്പെടുത്താവോ? എന്തായാലും റോബിൻ ആ ഇരുന്ന് മെഴുകുന്ന ആ ഒരു വീഡിയോയും കൂടെ കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. സോ ഇന്ന് ഓഗസ്റ്റ് 12 രാവിലെ 7 മണിയാണ്. അപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് അഗൻസ്റ്റ് വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കാണ് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വേദലക്ഷ്മിക്കും അബിൽ ദേവനൊക്കെ ഞാൻ ഫണ്ട് കൊടുക്കാനുണ്ട്, ഞാൻ അവരെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, എന്നെ എക്സ്പോസ് ചെയ്യുന്നത്, ഞാൻ കാശ് വെച്ചിട്ടുള്ള വീഡിയോ എടുത്തിടുന്നു. സോ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നടക്കുന്നു. ഒരുപാട് പേര് റിയാക്ട് ചെയ്യുന്നു, കമന്റ് ചെയ്യുന്നു, എന്നെ ചീത്ത വിളിക്കുന്നു. ഞാൻ ഇന്നലെ, അതായത് ഓഗസ്റ്റ് 11 ഇന്നലെ ഞാൻ കംപ്ലീറ്റ് എന്റെ ബാങ്കിന്റെ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട്, ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ഇവരുടെ ചാറ്റ്, ഇവർക്ക് അയച്ചു കൊടുത്തിട്ടുള്ള ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്, എനിക്ക് അയച്ചു തന്നിട്ടുള്ള ഡീറ്റെയിൽസ്, കംപ്ലീറ്റ് സാധനം ഞാൻ പ്രിന്റ് ഔട്ടും ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞ അബിൽ ദേവ്, വേദലക്ഷ്മി, ഇവരുടെ കൂട്ടത്തിലുള്ള റമീൻ, പിന്നെ ഷാജർ, ധന്യ, ഈ പറഞ്ഞ ആൾക്കാരിൽ നിന്നുള്ള സാമ്പത്തിക ഇടപാട് ടോട്ടൽ മൊത്തത്തിലുള്ള അവരുമായിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 42,53,500 രൂപയാണ്. അതായത് 42,53,500 റുപ്പീസ്. എന്റെ അക്കൗണ്ടിൽ നിന്നും ഞാൻ ഇവർക്ക് തിരിച്ചു കൊടുത്ത എമൗണ്ട് എന്ന് പറയുന്നത് 43,22,500 രൂപയാണ്. അതായത് 43,22,500 രൂപ, 43,22,500 റുപ്പീസ് ഞാൻ ഇവർക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഡീറ്റെയിൽസ് വെച്ചിട്ടാണെങ്കിൽ 69,000 രൂപ, അതായത് 69,000 ഇവർ എനിക്ക് തിരിച്ച് ഇങ്ങോട്ട് തരാനുണ്ട്. മനസ്സിലായില്ലേ? തെളിവ് കാണിക്ക് റോബിനെ, തെളിവ് കാണിക്ക്. അവര് തെളിവുകൾ അടക്കം കൊണ്ടുവച്ചിരുന്നാണ് നിരത്തി വെച്ച് പ്രസ് മീറ്റ് വിളിച്ചിരുന്ന് പറയുന്നത്. അവര് പ്രസ് മീറ്റ് വിളിച്ചപ്പോ താങ്കൾ ഒരു താറിൽ വന്ന് അവിടെ ഇറങ്ങിയല്ലോ, പേടിച്ചിട്ട്, ഇനി എന്തൊക്കെ പുറത്തുവിടുമെന്നുള്ള ഭയത്തില്. വെറും ഒരു തരികിടയാണ് കേട്ടോ, വെറും തരികിടന്ന് വെച്ചാൽ ഭൂലോക തരികിടയാണ്. സ്വന്തം അമ്മ മരിച്ചിട്ട് 41 പോലും കഴിഞ്ഞിട്ടില്ല, അപ്പഴേ പോന്നു കൊടിയും പിടിച്ചു മറ്റേ ജലബീരിങ്കയുടെ മുമ്പിൽ പോയി നിൽക്കുകയാണ്, ഇങ്ങനെ ജയ് 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 എന്നും പറഞ്ഞിട്ട് അവിടെ പോയി നിൽക്കുകയാണ്, ജലബീരിങ്കയുടെ മുമ്പിൽ പോയി നിൽക്കുകയാണ്. കുറച്ചൊക്കെ അങ്ങ് നിലത്ത് നിൽക്കേണ്ട റോബിനെ. ചിലപ്പോൾ പറഞ്ഞു കാണും ഇതുപോലെ, എന്താ മറ്റേ ജാഥയ്ക്ക് പോയി കഴിഞ്ഞാൽ 10,000-10,000 തരാന്ന് പറഞ്ഞു കാണും. അതായിരിക്കും അവിടെ പോയി നിന്നത്. എല്ലാ ക്യാമറയുടെ മുന്നിലും പോയി നിന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്താണ് ഇതൊക്കെ, എവിടെ ചെന്ന് തീരുമെന്നാണ് ശരിക്കും. ഓക്കെ, അപ്പോൾ ഈ റോബിൻ രാധാകൃഷ്ണനെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ ഈ വീഡിയോയിൽ ഒന്ന് കമന്റ് ചെയ്യണം, എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇവന്റെ ട്രാപ്പിൽ ഇനി ആരെങ്കിലും പെട്ടിട്ടുണ്ടോ, അതുപോലെ തന്നെ റോബിനെ പോലുള്ള ആരുടെയെങ്കിലും ഒക്കെ ട്രാപ്പുകളിൽ ആരെങ്കിലും ഒക്കെ പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും വേഗം നിങ്ങളുടെ പണവും കാര്യങ്ങളും ഒക്കെ, സാധന ജംഗമ വസ്തുക്കളൊക്കെ എത്രയും വേഗം തിരിച്ചെടുക്കാൻ ശ്രമിച്ചോ. അല്ലെങ്കിൽ ഇതുപോലെ കള്ളങ്ങൾ പറഞ്ഞ് നിങ്ങളെ ഇങ്ങനെ പറ്റിച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. സോ അതായിരിക്കും ബെറ്റർ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ വീഡിയോയിൽ എങ്ങനെ കമന്റ്സ് ആയിട്ട് വാരി വിതറിക്കുമെന്നേ. ഫേസ്ബുക്കിൽ എന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത്. യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ സുഹൃത്തുക്കളെ. അതുവരേക്കും ബൈ.